15 ലക്ഷം അക്കൗണ്ടിൽ ഇരുന്നിട്ട് പൈസ എവിടെ? 15 ലക്ഷം കഴിഞ്ഞ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. 15 ലക്ഷം ചേട്ടാ ഇപ്പോഴും ആ സ്വപ്നത്തിൽ തന്നെ ഇരിക്കുകയാണോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായ തെളിവുണ്ട് നമ്മുടെ കയ്യിൽ, കൃത്യമായ തെളിവുണ്ട്, പറഞ്ഞ സംഗതിയുടെ കൃത്യമായ തെളിവുണ്ട്. നിങ്ങളല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കൂ? അങ്ങനെയല്ല, ബാങ്കിൽ കിടക്കുന്ന പണം കൊണ്ടുവന്നാൽ നിങ്ങളുടെ പോക്കറ്റിൽ അടക്കം 15 ലക്ഷം തരാം. അത് കൊണ്ടുവരേണ്ടത് ആരാണ്? നേരത്തെ കൊടുക്കുന്ന ഗവൺമെന്റ് അല്ലേ? അത് കൊണ്ടുവന്നോ? ഒരു രൂപ കൊടുത്തോ? കൃത്യമായി പറയണം, കൃത്യമായി പറയണം ജനങ്ങളോട്. ഇനി മെൽസം മാനിഫെസ്റ്റോ വന്നിട്ടുണ്ട്, അതിൽ എന്തൊക്കെ പറയുന്നത് കൃത്യമായി പറയണം. പുരോഗതിക്ക് അടിസ്ഥാന സൗകര്യത്തില് മോഡി ഗവൺമെന്റ് നൽകുന്ന ഒരു പ്രാധാന്യത്തിന് വളരെയേറെ സന്തോഷിക്കുന്ന ആളാണ്. അപ്പൊ ഞാന് വടകര മുതല് വെലങ്ങാട് പാനം വഴി ചുരമില്ലാത്ത ഒരു റോഡ് മൈസൂരേക്ക് റോഡോ റെയിലോ കൊടുക്കണം എന്ന് വെച്ചിട്ട് ആഗസ്റ്റ് 21 പ്രധാനമന്ത്രിക്ക് ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ട് എനിക്കൊരു മറുപടി പോലും വന്നില്ല. തച്ചോളി പൊട്ടനായ അറിയാ 2023 താങ്കൾ അയച്ച മറുപടി അയച്ചില്ല. ഇന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ രാവിലെ വിളിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖരെ വിളിച്ചു. അതേ പറഞ്ഞ് നിങ്ങൾ ഒന്നും കൂടി എനിക്ക് പിന്നെ കത്ത് അയക്ക് അപേക്ഷയില് ഞാൻ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന്. താങ്കൾ അതുവരെ ബിജെപി അനുഭാവിയായിരുന്നോ? ബിജെപി അനുഭാവിയായിരുന്നു. ഞാൻ 77 മുതലേ സംഘപരിവാറാ. എന്ന് വെച്ചാൽ എന്റെ 7ാം ക്ലാസ് മുതൽ ഞാൻ സംഘപരിവാർ പോകുന്ന ആളാ, ശാഖ പോകുന്ന ആളാ. ഇപ്പം ബിജെപിയാ. എന്നിട്ടും പ്രധാനമന്ത്രി തനിക്ക് കത്തിന് മറുപടി തന്നിട്ടില്ല. നാട്ടിലെ ജനങ്ങൾ കണ്ട് ഇതിന് ഒരു മറുപടിയില്ല. പറഞ്ഞോ ആരോടാ ചോദ്യം? LDFന്റെ പ്രതിനിധിയോടാണ്. LDFന്റെ പ്രതിയുടെ പ്രധാനപ്പെട്ട ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് അജണ്ട എന്ന് ന്യൂനപക്ഷ സംരക്ഷണമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണമാണ്. അത് നാദാപുരത്തെ വോട്ടർമാരോട്, നാദാപുരത്തെ പ്രത്യേകിച്ചും CPMന്റെ ആളുകൾ നാദാപുരത്തെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കണ്ടു എന്ന് വ്യക്തമാക്കണം. കഴിഞ്ഞകാല കൊലപാതകങ്ങൾ ന്യൂനപക്ഷങ്ങൾ തെരഞ്ഞു പിടിച്ച് കൊലപാതകം നടത്തിയിട്ടുണ്ട്. നിരവധി വീടുകൾ കൊള്ളയടിച്ച ഇവരാണോ ന്യൂനപക്ഷ സംരക്ഷകർ? ന്യൂനപക്ഷ സംരക്ഷകർ മാത്രമല്ല എന്തേ ക്ഷേമ പെൻഷൻ ഇവിടെ പ്രതിപാദിക്കാത്തത്? 7 മാസത്തെ ക്ഷേമ പെൻഷൻ 2 മാസത്തെ വോട്ട് ലക്ഷ്യം വേറൊന്നുമല്ല. എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല? വോട്ട് ലക്ഷ്യം. ഹലോ, UDF 18 മാസം പെൻഷൻ കൊടുക്കാണ്ട് ഇറങ്ങി വന്ന ചങ്ങായിയാളാ. 18 മാസം പെൻഷൻ ഇറങ്ങി വന്ന ചങ്ങായിയാളാ ഇപ്പം ചോദിക്കുന്നത്. ഇപ്പൊ 4 മാസം പൈസ 18 മാസം പെൻഷൻ UDF ഭരണകാലത്ത് ഇറങ്ങി വരുമ്പോ പിന്നെ BJP കാരനോട് ചോദിക്കുന്നത് എല്ലാ പെൻഷനും ഇല്ല കേട്ടോ, കുറച്ച് പെൻഷനേ ഉള്ളേ. BJP കാരനോട് LDFന്റെ ഒരു MP ഉള്ളൂ പാർലമെന്റ് എന്ന് പറഞ്ഞ ആരിഫ് 300 ചില്ലാന BJP MP-കാർക്ക് ഒരൊറ്റ MP മാണ്ടുവാണ്. ഒരു സംശയം ഇപ്പോഴും ഒരു MP മതിയോ? ഇപ്പൊ 20 പേരും. എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ പ്രതിനിധിയോടാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് 10 വർഷക്കാലമായി ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി 100 കണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരം ആവിഷ്കരിച്ച പദ്ധതികൾ, ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതി, 5 ലക്ഷം രൂപ സാധാരണക്കാരന് ആനുകൂല്യം കിട്ടുന്ന അവരുടെ പദ്ധതിയാണ്. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി 6000 രൂപ ഒരു വർഷം കിട്ടുന്നതാണ്. ഈ പദ്ധതിയൊക്കെ വന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ഈ ടൗണിൽ ഇരുന്നിട്ട് പ്രസംഗിച്ചത് ഇവിടുത്തെ 6000 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലവും മറ്റും എന്ത് ചെയ്യും, ഒന്നിനും ഉപയോഗിക്കാൻ കാർഷിക മേഖലക്ക് എഴുതി കൊടുക്കേണ്ടത് ലോൺ കിട്ടില്ല. ഇത്തരത്തിൽ 100 കണക്കിന് 1000 നമ്മുടെ പ്രദേശത്ത് 5 ലക്ഷത്തിന് ഇൻഷുറൻസ് കിട്ടാതെയും കിസാൻ സമ്മാൻ നിധി കിട്ടാതെയും ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം പദ്ധതികൾ സാധാരണക്കാരന്റെ ജീവിത നിലനിർത്താൻ ഇത്തരം പദ്ധതികൾ തടസ്സപ്പെടുത്തിയതിൽ ഈ പൊതുസമൂഹത്തോട് ഇവർ മാപ്പ് പറയുമോ? ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയോടാണ്. നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് അല്ലെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ UDFന് വോട്ട് ചെയ്യേണ്ടത്? കാരണം UDFന്, കോൺഗ്രസിന്. കാരണം നമ്മള് ഇപ്പോ ഒരു വർഷം അല്ല കുറെ കാലമായി ഓരോ ദിവസവും പത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസിന്റെ ആളുകൾ BJPയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇന്നലെയും 2 പ്രമുഖ നേതാക്കന്മാർ BJPയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ UDFന്റെ പ്രതിനിധികൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ UDFന് വോട്ട് ചെയ്യേണ്ടത്? ഇന്ന് UDFന്റെ പ്രതിനിധിയോട് ചോദ്യം, ഇന്ന് വോട്ട് ചെയ്യുന്ന ഒരാള്, UDFന്റെ ഒരു പ്രതിനിധി
നാളെ ഒരു UDF പ്രതിനിധിക്ക് വോട്ട് ചെയ്താൽ ആ പ്രതിനിധി കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഇവർക്ക് പറയാൻ കഴിയും. ഒറ്റ ഉറപ്പേ ഉള്ളൂ, ഷാഫി പറമ്പിൽ എന്ന ആ സ്ഥാനാർത്ഥിയുടെ പേര് എന്നുള്ളതാണ് UDF പറയുന്നത്.